അപ്പോൾ ഉണ്ടല്ലോ നമുക്കിന്ന് വെറൈറ്റി ആയിട്ട് ചിക്കൻ ക്രീമി പാസ്ത ഒന്ന് ട്രൈ ചെയ്യാൻ വിചാരിച്ചു. എന്താണ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നൊരു മടി പിടിച്ച ദിവസമാണ്. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോഴാണ് നമ്മുടെ റൂംമേറ്റ് സമയത്ത് ചിച്ചി പായസം കൊണ്ടുവന്നു. നല്ല അടിപൊളി സേമിയ പായസമായിരുന്നു കേട്ടോ. അങ്ങനെ അതൊക്കെ കുടിച്ചിരിക്കുമ്പോഴാണ് മഴ പെയ്തു. മഴ പെയ്യുമ്പോൾ മടി കൂടും. അങ്ങനെ പായസം കുറച്ച് ജാനിക്കുട്ടിക്ക് കഴിക്കാനൊക്കെ കൊടുത്തു. കുറച്ച് നേരം അവിടെ ഇരുന്നു. അപ്പോഴും മഴ നല്ലോണം പെയ്തുകൊണ്ടിരിക്കണേ. എന്നാലും നമ്മൾ കുളിക്കണമല്ലോ. അങ്ങനെ കുളിയൊക്കെ വേഗം നടത്തി. ഗൈസ്, നമുക്ക് ഇന്നൊരു പാസ്ത ഉണ്ടാക്കിയാലോ. ഇന്ന് എപ്പോഴും ഉണ്ടാക്കുന്നത് മറ്റേ സോസൊക്കെ വെച്ചിട്ട്, ടൊമാറ്റോ സോസൊക്കെ വെച്ചിട്ട് അങ്ങനെ ഒരു പാസ്തയാണ്. അപ്പോൾ നമുക്ക് ക്രീമി ചിക്കൻ പാസ്ത ഒന്ന് ട്രൈ ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ 2 മിനിറ്റ് ഞാൻ അവിടെ നിന്ന് ആലോചിച്ചു ഇതെങ്ങനെ ഉണ്ടാക്കാമെന്ന്. പിന്നെ രണ്ടും കൽപ്പിച്ച് അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ എന്ത് ചെയ്യുമ്പോഴും നമ്മുടെ മിററിൻ്റെ മുന്നിലൊരു ഫാഷൻ ഷോ അത് നിർബന്ധമാണല്ലോ. നമ്മൾ ചിക്കൻ കുഞ്ഞു കഷ്ണങ്ങളാക്കി കഴുകി വെച്ചു. പാസ്ത എടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കുറച്ച് പൊടികളും കൂടി വേണം. പെപ്രിക്ക പൗഡർ, ഗാർലിക് പൗഡർ, പിന്നെ നമ്മുടെ ഒറിഗാനോ. ആ ടൈം കൊണ്ട് ഞാൻ ഗാർലിക് പൊടിപൊടിയായിട്ട് അരിഞ്ഞു. പിന്നെ സവാളയും ഇങ്ങനെ അരിഞ്ഞു. പിന്നെ നമ്മളെടുത്ത് ചിക്കനിലേക്ക് ഉണ്ടല്ലോ പെപ്രിക്ക പൗഡർ ഇട്ടു. പിന്നെ അതുപോലെ തന്നെ ഗാർലിക് പൗഡർ ഇല്ലേ അതും ഇട്ടു. പിന്നെ ഒറിഗാനോ ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് കുറച്ച് കുരുമുളക് പൊടിയില്ലേ അതും ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്തു. ലെമൺ ആഡ് ചെയ്യാം. അത് കുറച്ച് ഒരു പീസ്. പിന്നെ ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 10-15 മിനിറ്റ് അവിടെ വെച്ചിട്ടാ. ആ നേരം കൊണ്ടല്ലോ ഞാനൊരു പാൻ വെച്ചിട്ട് അതിൽ കുറച്ച് വെള്ളം അങ്ങോട്ട് ഒഴിച്ചിട്ട് ഉപ്പിട്ടിട്ട് തിളയ്ക്കുമ്പോൾ നമ്മളുടെ എന്തിടാനാണ് പാസ്ത അതിലേക്ക് ആഡ് ചെയ്യാം. എങ്ങനത്തെ പാസ്ത എടുത്താലും കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിലുണ്ടായിരുന്നത് ഇങ്ങനത്തെ ഒരു നീളം ടൈപ്പാണ്. അപ്പോൾ ഞാൻ അതാണ് എടുത്തത്. പിന്നെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ കട്ടയായാലോ. പിന്നെ അതൊക്കെ വെന്ത് വരുന്നുണ്ട്. വെന്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഊറ്റണം. അപ്പോൾ നമ്മൾ ഊറ്റാൻ വെച്ചു. പിന്നെ ഈ ഊറ്റുമ്പോഴുള്ള വെള്ളമില്ലേ അത് നമുക്ക് ആവശ്യമുണ്ട് കേട്ടോ. അത് ഞാൻ വേറൊരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മൾ പാനിലേക്ക് ബട്ടർ ഇടാം. ഏത് ബട്ടറായാലും കുഴപ്പമില്ല. എൻ്റെ അമൂലായിരുന്നു. അപ്പം ഞാൻ അത് ആഡ് ചെയ്തു. ഇതെന്തിനാണെന്നറിയോ, നമ്മുടെ ചിക്കൻ വറുക്കാനാണ് കേട്ടോ. അപ്പം ഇതിൽ വറുക്കുമ്പോൾ ഇത്തിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. പിന്നെ വേണ്ടത്, പിന്നെ ഒലിവ് ഓയിൽ നമ്മുടെ ഹെൽത്തിന് ഇച്ചിരി കൂടി നല്ലതല്ലേ. അപ്പം ഞാൻ അതാണ് ആഡ് ചെയ്തത്. പിന്നെ നമ്മുടെ ചിക്കനില്ലേ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അത് ഒരേന്നായിട്ട് ആഡ് ചെയ്യണം. നമുക്ക് കുറച്ച് ധൃതി കൂടുതലായതുകൊണ്ട് ഞാൻ എല്ലാം കൂടി അങ്ങോട്ട് കമത്തി. അങ്ങനെ അത് സെറ്റായിട്ടുണ്ട്. അതങ്ങോട്ട് വേവട്ടെ കേട്ടോ. അങ്ങനെ ചിക്കൻ സമിതിച്ചുകൊണ്ടുവന്ന പായസം ഞാനും ഒന്ന് കുറച്ച് കുടിച്ചു. കാരണം റെസ്റ്റൊക്കെ വേണ്ടേ. കുക്ക് ചെയ്യുമ്പോഴും നമ്മൾ എന്തെങ്കിലുമൊക്കെ കഴിച്ചുകൊണ്ടിരിക്കണം. അത് നല്ലൊരു രസം ഉണ്ടാവുള്ളൂ ഉണ്ടാക്കാനുള്ള. നേരമൊക്കെ അടിപൊളി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ 2 മഴ കഴിഞ്ഞാൽ 3ാമത്തെ മഴ പെയ്യുമ്പോഴേക്കും ഇവിടെ വെള്ളപ്പൊക്കമായിരിക്കും. അത്യാവശ്യം നല്ല രീതിയിൽ വെള്ളം കയറി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ അവിടെയൊക്കെ. കണ്ടില്ലേ, ഇതൊക്കെയാണ് ഇപ്പോഴത്തെ അവസ്ഥ. അതൊക്കെ നിൽക്കട്ടെ, നമുക്ക് ബാക്കി പണി ചെയ്യാം. അങ്ങനെ ചിക്കനൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലേക്ക് നമ്മൾ കുറച്ച് ബട്ടറും ഒലിവ് ഓയിലും ആഡ് ചെയ്തു. പിന്നെ ചില്ലി ഫ്ലേക്സ് ആഡ് ചെയ്യാം. അത് ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴുണ്ടല്ലോ നമ്മൾ നേരത്തെ ഗാർലിക് ഉണ്ടായിരുന്നില്ലേ, അരിഞ്ഞ് വെച്ചിട്ടുണ്ടായിരുന്നില്ലേ, അതും കൂടി ആഡ് ചെയ്തു. പിന്നെ അതിലേക്ക് അരിഞ്ഞു വെച്ച് സവാള ഉണ്ടായിരുന്നില്ല, അതും ആഡ് ചെയ്തു. എന്നിട്ട് എല്ലാം കൂടി ഇട്ടിട്ട് ഞാനൊന്ന് ഉലർത്തി കേട്ടോ. ഞങ്ങളിവിടെ ഉലർത്ത അങ്ങനെയൊക്കെ പറയും. അതൊന്ന് വേവിക്കുക എല്ലാം കൂടി ഇട്ടിട്ട്. കുറച്ച് നേരം കഴിയുമ്പോഴേക്കും എല്ലാം സെറ്റായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് സാധനം കൂടി ചേർത്തണം. ഇതിലൊക്കെ മെയിൻ സാധനം എന്താണ്, ക്രീം. അപ്പോൾ ക്രീം നമുക്ക് അതിൽ ആഡ് ചെയ്യണം. എത്ര ഇഷ്ടമുണ്ടോ അത്രയും ചേർത്ത്. അപ്പോൾ നമ്മളിവിടെ ആവശ്യത്തിന് ക്രീം ആഡ് ചെയ്ത് കേട്ടോ. എന്നിട്ട് ഒന്ന് മിക്സ് ആക്കിയേ. പിന്നെ നമ്മൾ പാസ്ത വേവിച്ചപ്പോൾ വെച്ചിരുന്ന വെള്ളമില്ലേ അതും കൂടി അതിലേക്ക് ആഡ് ചെയ്തേ. പിന്നെ നമ്മൾ ഇതിലേക്കുണ്ടല്ലോ കുറച്ച് സാധനം കൂടി ചേർക്കാണ്ട് കേട്ടോ. പെപ്രിക്ക പൗഡർ, പിന്നെ ഒറിഗാനോ അതും കൂടി ആഡ് ചെയ്യാം കേട്ടോ. പിന്നെ അതിലേക്ക് നമ്മൾ മോസറല്ല ചീസും കൂടി ആഡ് ചെയ്ത്. പിന്നെ അതിൻ്റെ ഒപ്പം നമ്മൾ ടൊമാറ്റോ സോസും ആഡ് ചെയ്യണം. ഇതൊക്കെ ഇട്ടപ്പോൾ തന്നെ എല്ലാം സെറ്റായിട്ടുണ്ട്. പിന്നെ നമ്മൾ മാറ്റി വെച്ച ചിക്കൻ അതും കൂടി ഒന്നിടുക. എന്നിട്ട് എല്ലാം കൂടി അടിപൊളിയായിട്ടൊന്ന് മിക്സ് ചെയ്യുക. പിന്നെ നമ്മുടെ മെയിൻ സാധനം പാസ്ത അത് ആഡ് ചെയ്യാം. ഇതാണ് സംഭവം. പിന്നെ ഞാനിതിൻ്റെ മുകളിൽ കൂടെ കുറച്ചും കൂടി മോസറല്ല ചീസ് ആഡ് ചെയ്തേ. അപ്പം ഇച്ചിരി കൂടി ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ എല്ലാം കൂടി ഇങ്ങോട്ട് ഇളക്കി കൊടുത്തു. സെറ്റായിട്ടുണ്ട്. പിന്നെ അതിത് കുറച്ചെടുത്തിട്ട് നമ്മൾ സമയത്ത് ചേച്ചിയുടെ റൂമിലേക്ക് കൊടുക്കാമെന്ന് വിചാരിച്ചു.
നാട്ടിൽ മാത്രമല്ല ഇവിടെയും നമ്മൾക്ക് അയൽവക്കക്കാരൊക്കെ ഉണ്ട്. അങ്ങനെ ചേച്ചിയുടെ റൂമിലേക്ക് ഫസ്റ്റ് കൊണ്ടുപോയി കൊടുത്തു. വിദഗ്ധരുടെ അഭിപ്രായം നമുക്ക് എന്തായാലും അറിയണമല്ലോ. കഴിച്ചിട്ട് അഭിപ്രായം അങ്ങനെ കൊണ്ടൊക്കെ കൊടുത്തു. ഇനി നമ്മളുണ്ടാക്കി നമുക്കൊന്ന് കഴിച്ചു നോക്കണ്ടേ. അങ്ങനെ ഒരു പ്ലേറ്റ് ഞാനെടുത്തൊന്ന് കഴിച്ചു നോക്കി. അടിപൊളിയായിരുന്നു കേട്ടോ. ഞാൻ സത്യം പറയാം, ഞാൻ ഉണ്ടാക്കിക്കൊണ്ട് പറയല്ല, ഈ കുട്ടികൾക്കൊക്കെ ഇഷ്ടമാണെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം വീട്ടിൽ കുട്ടികളൊക്കെ ഉണ്ടെങ്കിൽ ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ ഒരു സാധനം തന്നെയാണ് കേട്ടത്. അപ്പം എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഇതായിരുന്നു നമ്മുടെ ഇന്നത്തെ ഒരു വ്ളോഗ് കേട്ടോ. ഈ സമയത്തുണ്ടല്ലോ മഴ ഇവിടെ അടിപൊളിയായി പെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇവിടെ ഇല്ല, രണ്ടും മിക്സ് ആണ്. മിസൈലും ഉണ്ട്, മഴയും ഉണ്ട്. അപ്പം ഏതാണെന്ന് മനസ്സിലാവണില്ല ഇപ്പം. സത്യമാണ് കേട്ടോ. ഇപ്പം എന്താണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്നും മനസ്സിലാവണില്ല. ഇടയ്ക്കിടയ്ക്ക് അലർട്ട് വരും, അതോടൊപ്പം മഴ വരും, എന്തൊക്കെയോ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് ഞാൻ പിന്നെ വരാം. വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ എന്തായാലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ, പിന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അടുത്ത വീഡിയോ കാണാം. ബൈ.